Good morning, girls. Our last portion of this chapter is liabilities of an auditor. Advantages and disadvantages കൂടെ വരുന്നുണ്ട്, but the liabilities of an auditor is very, very important. So, liabilities of an auditor can be discussed under three heads. അതായത് contractual liabilities, statutory liabilities and liability towards third parties. അപ്പോൾ ഈ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലാണെങ്കിലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിലാണെങ്കിലും എല്ലാം ഓഡിറ്റിംഗ് ഇസ് നോട്ട് കമ്പൽസറി. അപ്പോൾ അവിടെ ഓഡിറ്ററൽ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ലയബിലിറ്റീസ് ഒക്കെ ഏതിലാണ് ഉണ്ടാവുക? ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ദ എഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് ഹീ ഈസ് അപ്പോയിൻറ്റഡ്. അതായത് ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ റിലേറ്റിംഗ് ടു ഹിസ് വർക്ക് അറൈസിങ് ഔട്ട് ഓഫ് ദി എഗ്രിമെൻറ്റ് ആർ ടേംഡ് ആസ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. മനസ്സിലായോ? അപ്പോൾ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഡിറ്റ് നടത്തുന്നത് കോൺട്രാക്റ്റ് പ്രകാരമാണെങ്കിൽ ആ കോൺട്രാക്റ്റിലുള്ള എഗ്രിമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്താവാം? ലയബിലിറ്റീസ് ഫോർ നെഗ്ലിജൻസ്, ഡെഫിഷ്യൻസി ഓഫ് സർവീസസ് എക്സെട്ര. ഓക്കെ, ഈ രണ്ടാമതൊരു തരത്തിലുള്ള ലയബിലിറ്റി വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറയും. സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലയബിലിറ്റീസ് അറൈസിങ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ലോ ഓഫ് ദ കൺട്രി. അപ്പം നിയമപ്രകാരം വരുന്ന ലയബിലിറ്റീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് ആർ ഓഫ് ടു ടൈപ്സ്. അതായത് ലയബിലിറ്റീസ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ IPC 1860. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത്. അപ്പോൾ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ ആർ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 1956. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം അതിലുള്ള പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ ആർ ഓഫ് ടു ടൈപ്സ്, സിവിൽ ലയബിലിറ്റീസ് ആൻഡ് ക്രിമിനൽ ലയബിലിറ്റീസ്. ഇപ്പോൾ സിവിൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ലയബിലിറ്റി ടു പേ ഡാമേജസ് ഓർ കോമ്പൻസേഷൻ ആസ് ഡിസൈഡഡ് ബൈ ദി കോർട്ട്. അതായത് ഓഡിറ്റർ മേ ബി കോൾഡ് അപ്പോൺ ടു പേ ഡാമേജസ് ടു എനി പേഴ്സൺ ഹു ഹാസ് സഫേർഡ് എ ലോസ് ഡ്യൂ ടു പ്രൂവൺ നെഗ്ലിജൻസ് ഓഫ് ദി ഓഡിറ്റർ. അപ്പം എന്തെങ്കിലും ഓഡിറ്ററുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായി, അതുകൊണ്ട് ആ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു നഷ്ടപരിഹാരം, അതായത് എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലയബിലിറ്റീസിനെയാണ് സിവിൽ ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ സിവിൽ ലയബിലിറ്റീസ് മേ ബി ഫോർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി ഓർ ഫോർ മിസ്ഫീസൻസ് എന്ന് പറയും. മിസ്ഫീസൻസ് എന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, അതായത് എന്തെങ്കിലും അയാളുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്ന സമയത്ത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ലയബിലിറ്റിയാണ് സിവിൽ ലയബിലിറ്റീസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി ഫോർ മിസ്ഫീസൻസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് എന്താണ് സിവിൽ ലയബിലിറ്റീസിൽ പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ളതാണെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ലയബിലിറ്റി ഓഫ് എൻ ഓഡിറ്റർ ഫോർ നെഗ്ലിജൻസ്. അപ്പോൾ ഓഡിറ്റർ ഇസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. അതറിയാലോ, കമ്പനി ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പം അദ്ദേഹം ഹീസ് ആക്ടിങ് ആസ് ദി ഏജൻറ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പം ഷെയർ ഹോൾഡേഴ്സ് ഓഡിറ്ററെ വെക്കുന്നത് ഏതൊക്കെ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ്? ഹീസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് റീസണബിൾ സ്കിൽ, ഡിലിജൻസ് ആൻഡ് കെയർ വൈൽ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ്. അതായത് അയാൾ ഒരിക്കലും അയാളുടെ ഭാഗത്തു നിന്ന് ഒരു നെഗ്ലിജൻസ് ഉണ്ടാവാൻ പാടില്ല. ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് സഫർ എനി ലോസ് ഡ്യൂ ടു ഹിസ് നെഗ്ലിജൻസ് ഹീ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് സച്ച് ലോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ചിലപ്പം അതെങ്ങനെയാവാം എന്നാണ് പറയുന്നത്? ഓഡിറ്റർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഓൺലി ഫോർ proved negligence or omission of duty and the client company has suffered a loss. അതായത് ഇഫ് ദ ക്ലയൻറ്റ് കമ്പനി ഹാസൻറ്റ് സഫേർഡ് എനി ലോസ് ദ ഓഡിറ്റർ കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഫോർ ലോസ് ഈവൻ ഇഫ് ദർ ഇസ് നെഗ്ലിജൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദി ഓഡിറ്റർ എന്നാണ് പറയുന്നത്. അപ്പം ഈ സിവിൽ ലയബിലിറ്റിക്ക് എക്സാമ്പിൾസ് പറയുന്നത് ഒന്ന്, misappropriation of cash by employees which could have been discovered by the auditor with ordinary diligence and care.
അതേമാതിരി മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ് ആൻഡ് കോൺസിക്വൻറ്റ് ലോസ് സഫേർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് വിച്ച് ദ ഓഡിറ്റർ ഹാസ് ആക്റ്റഡ് ആസ് എൻ എക്സ്പേർട്ട്. അതായത് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഓഡിറ്റർ എക്സ്പേർട്ടായിട്ട് നിന്നിട്ടാണ് ഈ പ്രോസ്പെക്ടസ് ഒക്കെ തെറ്റായിട്ട് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണം ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലയബിലിറ്റി ഏതിൽ വരുന്നതാണ്? ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ലയബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി പ്രോസ്പെക്ടസ് അതിൻ്റെ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years or with a fine which may extend to 5,000 or with both എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് സിവിൽ ലയബിലിറ്റി ഓഫ് ഓഡിറ്റർ ഫോർ മിസ്ഫീസൻസ്. മിസ്ഫീസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബ്രീച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് ഡ്യൂട്ടി, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബ്രീച്ച് ഓഫ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ ഫോർ നെഗ്ലിജൻസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് വിച്ച് റിസൾട്ട്സ് ഇൻ സം ലോസ് ഓർ ഡാമേജ് ടു ദി കമ്പനി. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ആ വിശ്വാസത കുറവ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു തരം ലോസ് ഉണ്ടാവുമല്ലോ കമ്പനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഓഡിറ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള. അപ്പോൾ അതിന് സെക്ഷൻ 543 ഓഫ് കമ്പനീസ് ആക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡേറ്റർ ക്യാൻ ബ്രിങ് ദ സ്യൂട്ട് ഇൻ ദ നെയിം ഓഫ് ദി കമ്പനി എഗെയിൻസ്റ്റ് ദി ഓഡിറ്റർ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം മിസ്ഫീസൻസ് എന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇഫ് കമ്പനി സഫേഴ്സ് എ ലോസ് കോൺസിക്വൻറ്റ് അപ്പോൺ സച്ച് മിസ്ഫീസൻസ്, ഓഡിറ്റർ ഇസ് കോൾഡ് അപ്പോൺ ടു കോമ്പൻസേറ്റ് ദ കമ്പനി ഫോർ സച്ച് മിസ്ഫീസൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ലയബിലിറ്റി കമ്പനീസ് ആക്ടിൽ വരുന്നത് സിവിൽ ലയബിലിറ്റി വരുന്നുണ്ട്, ക്രിമിനൽ ലയബിലിറ്റിയാണ് അടുത്തത്. അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ആർ auditor can be held criminally liable under Companies Act, Income Tax Act and Chartered Accountant Act എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റർ മേ ബി പണിഷ്ഡ് വിത്ത് ഫൈൻ ഓർ ഇംപ്രിസൺമെൻറ്റ് ഓർ വിത്ത് ബോത്ത് ഫോർ ഒഫൻസസ് ലൈക്ക് ഫ്രോഡ്, കോൺസ്പിറൻസി എക്സെട്ര. അപ്പോൾ അങ്ങനെ അയാളുടെ ഭാഗത്തുനിന്ന് വല്ല ചതിയോ അല്ലെങ്കിൽ വല്ല ഗൂഢാലോചനകളൊക്കെ നടന്നിട്ട് കമ്പനീനെ എന്തെങ്കിലും രീതിയിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വരുന്നതാണ് ക്രിമിനൽ ലയബിലിറ്റി. ഈ സിവിൽ ലയബിലിറ്റിയിൽ ശരിക്കും വരുന്നത് ഡാമേജസ് അല്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ മാത്രമേ കമ്പനിക്ക് പറ്റുള്ളൂ. നേരെ മറിച്ചിട്ട് ക്രിമിനൽ ലയബിലിറ്റിയിലാണ് നിയമ നടപടികൾ ഉണ്ടാവുന്നത്, അതായത് ജയിൽ ശിക്ഷയോ ഫൈനോ ഒക്കെ ആയിട്ട്. മനസ്സിലായോ? അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റി അറൈസസ് ഓൺ അക്കൗണ്ട് ഓഫ് നോൺ കംപ്ലയൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓർ ആക്ട്സ് ഓർ നെഗ്ലിജൻസ് വിച്ച് ആർ ഒഫെൻസീവ് ഇൻ നേച്ചർ. അപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞു തരാം ക്രിമിനൽ ലയബിലിറ്റിക്ക്. ആൻ ഓഡിറ്റർ അലോങ് വിത്ത് ഡയറക്ടേഴ്സ് ഓർ ഓഫീസേഴ്സ് ഈസ് ക്രിമിനലി ലയബിൾ ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പ്രോസ്പെക്ടസ്. അതേപോലെ ഇഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ റിക്വയർഡ് ഇൻഫർമേഷൻ, the report is or if the report is not signed by the auditor is punishable with fine. ഇനി വേറൊരു ചാൻസ് ഉള്ളത് ഇഫ് ദി ഓഡിറ്റർ ഫെയിൽസ് ടു ഗീവ് ദ റിക്വയർഡ് അസിസ്റ്റൻസ് ടു ദ ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. If the auditor deliberately makes any false entry in the books of accounts, register or documents of the company, അല്ലെങ്കിൽ ബുക്ക് കീറിപ്പോവോ ഓൾട്ടർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആവുന്ന സമയത്തും ഓഡിറ്ററിന് ക്രിമിനൽ ലയബിലിറ്റിയാണ് വരിക. അതേപോലെ ഇഫ് ദി ഓഡിറ്റർ മേക്സ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഡെലിബറേറ്റ്ലി ഒമിറ്റ്സ് എനി മെറ്റീരിയൽ ഫാക്ട്സ് ഇൻ എനി റിട്ടേൺ, സർട്ടിഫിക്കറ്റ്, ബാലൻസ് ഷീറ്റ്, പ്രോസ്പെക്ടസ് ഓർ എനി ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ദി ആക്ട്. ഇത് പ്രകാരമെല്ലാം ഓഡിറ്ററിന് വരുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ലോ പ്രകാരം, നിയമപ്രകാരം വരുന്ന ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ലയബിലിറ്റീസാണ്, അത് സിവിൽ ലയബിലിറ്റീസും ക്രിമിനൽ ലയബിലിറ്റീസും വരും. ഇനി വേറെ ഒന്ന് ലയബിലിറ്റീസ് അണ്ടർ IPC 1860 ആണ്. അപ്പം ഈ IPCയിൽ പറയുന്നത് എന്താണെന്നറിയോ? സെക്ഷൻ 197 ഓഫ് IPC, എനി പേഴ്സൺ സൈനിങ് ഓർ ഇഷ്യൂയിങ് എ ഫോൾസ് സർട്ടിഫിക്കറ്റ് is doing a criminal offense എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ്ലി an auditor can be held liable under Indian Penal Code if he signs or issues a certificate
വിച്ച് പ്രൂവ്സ് ടു ബി ഫോൾസ്. അപ്പോൾ തെറ്റാണെന്ന് എന്താ പറയുക, തെറ്റായൊരു സർട്ടിഫിക്കറ്റ് അദ്ദേഹം ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു എന്താ പറയുക, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള ഒരു ക്രിമിനൽ ഒഫൻസായിട്ട് കണക്കാക്കുക ചെയ്യുക. ഇറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു പ്രൊവൈഡിങ് ഫാൾസ് എവിഡൻസ് ബിഫോർ എ കോർട്ട് ആൻഡ് മേ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ഓർ വിത്ത് ബോത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് ലയബിലിറ്റീസ്, ഓഡിറ്റേഴ്സ് ലയബിലിറ്റീസ് ടു തേർഡ് പാർട്ടീസ്. അതായത് ജനറലി ആൻ ഓഡിറ്റർ ഹാസ് നോ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വിത്ത് തേർഡ് പാർട്ടീസ്. കാരണം കമ്പനി ഓഡിറ്റർ ആണെങ്കിൽ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോയിൻറ്റ് ചെയ്യുക ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ട്. അപ്പോൾ ശരിക്കും തേർഡ് പാർട്ടി ആയിട്ട് യാതൊരു ഇതും വരുന്നില്ല, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് വരുന്നില്ല ഓഡിറ്റർക്ക്. ആസ് സച്ച് ഹി ഹാസ് നോ ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. പക്ഷേ ചില കേസിൽ തേർഡ് പാർട്ടീസ് ലൈക്ക് ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ് എക്സെട്ര, they exclusively depend on the accounts, ഈ audited accounts for their transactions with the company. അപ്പോൾ in the course of dealings with a company, a third party completely relies on the audited accounts certified by the auditor and suffers a loss. Then the auditor will be held liable for such loss എന്ന് പറയും. ഈ ലയബിലിറ്റിക്ക് നമ്മൾ എന്തെന്ന് പറയാം, ലയബിലിറ്റി ടു തേർഡ് പാർട്ടി. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ബാങ്കേഴ്സ് വരാം, ക്രെഡിറ്റേഴ്സ് വരാം, ടാക്സ് അതോറിറ്റീസ് വരാം, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് വരാം. ഇവരൊക്കെയാണ് ദേ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദി ഓഡിറ്റഡ് അക്കൗണ്ട്സ് സർട്ടിഫൈഡ് ബൈ ദി ഓഡിറ്റർ. അപ്പോൾ ഇനി ഇങ്ങനെ ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സ് വിശ്വസിച്ചുകൊണ്ടൊരു കോൺട്രാക്റ്റിലെത്തി കമ്പനിയായിട്ട് ഈ പറഞ്ഞ പാർട്ടീസ് എങ്കിൽ അവിടെ ലേറ്റർ ഓൺ വെൻ ദീസ് ഡോക്യുമെൻറ്റ്സ് ഓർ അക്കൗണ്ട്സ് പ്രൂവ് ടു ബി ഫോൾസ് ആൻഡ് ദേ സഫേഴ്സ് എ ലോസ് കോൺസിക്വൻറ്റ് upon relying on these documents, in such case auditor is liable to third parties who suffers any loss. മനസ്സിലായല്ലോ? ഈ ഓഡിറ്റഡ് അക്കൗണ്ട്സ് വിശ്വസിച്ചുകൊണ്ട് കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ വന്ന തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഇത് തെറ്റാണെന്ന് തോന്നി അവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ലയബിൾ ആവും. ആ സമയത്ത് മാത്രമേ ഓഡിറ്റർക്ക് തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് ലയബിലിറ്റി വരുന്നുള്ളൂ. അതിന് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. Statement signed by the auditor was actually not true. അതേമാതിരി auditor has knowledge of its falsity or no belief in its truth. The third party has actually relied on the statement for the purpose of his transaction with the company. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസസിലാണ് ഓഡിറ്ററെ വിശ്വസിച്ചുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഈസ് ഹെൽഡ് liable to third parties. Okay.